വെൽക്കം വെൽക്കം വെൽക്കം. നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിന്റെ 10 ഡേയ്സ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയും അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് വരുന്നത്. അപ്പം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ആദ്യമായിട്ട് നിങ്ങളെ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി താങ്കളുടെ പേരെന്താണ്, താങ്കൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രൊഫഷൻ എന്താണ്, ഈ ചലഞ്ചിന് മുമ്പായിട്ട് എന്തൊക്കെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് സുരേഷ്. ഞാൻ തൃശ്ശൂരാണ് വീട്. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലാണ്. അപ്പൊ അവിടുന്ന് ഈ കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി അവിടുന്ന് റിട്ടയർഡ് ആയി. അപ്പൊ ഞാനിപ്പോ അതിനു മുമ്പ് പല വീടുകളും, അതായത് പാലക്കാടായിരുന്നു താമസം, പഠനമൊക്കെ കംപ്ലീറ്റും. അതായത് അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് ചിറ്റൂർ കോളേജിലായതുകൊണ്ട് അവിടെയായിരുന്നു താമസം, പഠനം, കാര്യങ്ങളൊക്കെ. അപ്പൊ ടെക്നിക്കൽ സൈഡാണ് കംപ്ലീറ്റ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതായത് ഹൈസ്കൂൾ ലെവൽ മുതൽ ടെക്നിക്കൽ ഹൈസ്കൂള്, VHSC, ITI, ഡിപ്ലോമ ആൻഡ് BTech. അപ്പൊ ആ കംപ്ലീറ്റ് ആ ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട് ഞാൻ സിവിൽ വിങ്ങും അതോടൊപ്പം പഠിച്ചിട്ടുണ്ടെന്നുള്ളൂ. മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ് ആ വിങ്ങിലാണ് എല്ലാം എടുത്തിരിക്കണത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി ഇപ്പൊ ലാസ്റ്റ് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ ഞാൻ ആ വർക്കിംഗ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ സ്വന്തം വീടൊക്കെ കംപ്ലീറ്റ് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് വരച്ചതും ഡിസൈൻ ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ബേസിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീടും ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ള. അതിന് പുറമെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ ഞാൻ തന്നെ വയറിങ്ങും പ്ലംബിംഗ് വർക്കും കംപ്ലീറ്റും വർക്കുകൾ ഞാൻ പുറമൊന്നും കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ് ഞാൻ തന്നെ വെക്കേഷൻ ടൈമിൽ ഇരുന്ന് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാനിപ്പോ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് റിട്ടയർഡ് ആയതിനു ശേഷം ഇറങ്ങാന്നുള്ള ബേസിലിരിക്കണം. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇപ്പോഴത്തെ നിലവില് എല്ലാവർക്കും വാസ്തുപ്രകാരം കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അതായത് അവരുടെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. അപ്പൊ വാസ്തു കൂടിയും പഠിക്കാന്നുള്ള ബേസിലാണ് ഞാൻ ഇപ്പൊ ഈ കോഴ്സിൽ ചേർന്ന് പഠിച്ചത്. നല്ലൊരു രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുന്നോട്ട് വർക്ക് ചെയ്യാന്നുള്ള ബേസിലാണ്. ഇപ്പൊ ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആകെ എത്ര ദിവസമായി കാണും? ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് ആകെ ഒരു മാസം ആവണുള്ളൂ. ഓക്കെ. ഈ ഒരു മാസം കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ വാസ്തു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം അറിയാം. അച്ഛനൊക്കെ ഇതിനോട് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അച്ഛന്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്കറിയാം നേരെ ദർശനവും കാര്യങ്ങളും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പുതിയ അറിവുകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇപ്പൊ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് പരിശോധിക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരാള് ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങളെ തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയത്തക്ക രീതിയിലേക്കോ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചോ ഈ ഒരു കോഴ്സ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും? തീർച്ചയായിട്ടും കംപ്ലീറ്റ്. അപ്പൊ ഒരു വീട് പണിയാൻ വേണ്ടി ഒരു പ്ലോട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്ലോട്ടിൽ ഏത് ദിശയിലെ മറ്റുള്ള കാര്യങ്ങളും ആ റൂം ഏത് സ്ക്വയർ ഫീറ്റിൽ പണിയണം, അങ്ങനെയുള്ള ഏകദേശം എല്ലാ ഒരുവിധ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റും കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പൊ ധൈര്യത്തിൽ ഒരു വീട് പണിയാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ധൈര്യത്തിൽ പോയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പൊ ഈ ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്ട്രഗിൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് കൂടി എന്നുള്ള എനിക്ക് മനസ്സിലായി, നേരത്തേനേക്കാളും ഒരു ഒരു രീതിയിലേക്ക് മനസ്സിലായി. അതല്ലാതെ വേറെ എന്തെങ്കിലും ചലഞ്ചസ് കാര്യങ്ങൾ ഇതിനു മുമ്പ് കോഴ്സിന് മുമ്പ് ഉണ്ടായിരുന്നോ? അത് എന്തെങ്കിലും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് മാറിയാൻ സാധിച്ചോ? മാറിയ സാധിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടുകളിലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ. ഇപ്പൊ ഒരു വീട് പണിയുമ്പോൾ ഒരു നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരന്റെ തന്നെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനിപ്പോ അവർക്ക് പല അസുഖങ്ങളും മറ്റു അസൗകര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പൊ അവരുടെ ബേസിൽ നോക്കുമ്പോ അവര് ലാസ്റ്റ് ഇങ്ങനെ ഒരു വാസ്തു പ്രകാരം പോയി നോക്കി. അപ്പൊ ഇത് ക്ലിയർ ആയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അപ്പൊ ഈ ഒരു വീട് പണിയുമ്പോൾ മറ്റുള്ളവർക്ക് ഇനി ഇതിന്റെ ബേസിൽ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്നുള്ള ബേസിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ള ബേസിലാണ് ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാമെന്ന് തീരുമാനിച്ചത്. വെരി ഗുഡ്. അപ്പൊ നമുക്കിനി നിങ്ങൾ വരച്ച ചലഞ്ചുകളിലേക്ക് പോകാം. ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം ഓൾറെഡി 8 ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതെ. ഓരോ ദർശനത്തിനുള്ളതും, അതായത് കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാന്, അതിന്റെ ഡിസൈന്, അതിന്റെ അളവുകൾ, അതുപോലെ തന്നെ വടക്ക് ദർശനമായിട്ടുള്ള ഡിസൈന്, അതിന്റെ അളവുകൾ, പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഡിസൈന്, അതിന്റെ അളവുകൾ, തെക്ക് ദർശനമായിട്ടുള്ള ഡിസൈന്, അതിന്റെ അളവുകൾ, ഇത്തരം കാര്യങ്ങൾ താങ്കൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലോർ പ്ലാൻ നമ്മളോട് ക്രമീകരിക്കാൻ പറഞ്ഞപ്പോഴാണ് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ താങ്കൾ ക്രമീകരിച്ചത്. ഓൾറെഡി ഇവിടെ വന്നതിന് ശേഷം തന്നെ താങ്കൾ ഏകദേശം 5 ഫ്ലോർ പ്ലാനുകളോളം താങ്കൾ വരച്ചു അല്ലെ? അതെ. അതെ. ഓക്കെ.
അതല്ലാതെ വേറെ ഫ്ലോർ പ്ലാനുകളോ വരയ്ക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ് ഞാനിപ്പോ ഇതേപോലെ നാളത്തെ വെള്ളിയാഴ്ച ഒരു ചലഞ്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ കിഴക്ക് അതിന്റെ ദർശന മോഡൽ? ഒരു അപ്പൊ അതിന്റെ ഒരു ഇതില് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ സമയം കിട്ടണില്ല. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയ ഇവിടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജില് ഉം, എൻട്രൻസിൽ ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അറിയാലോ, ഉം. ഒരു ആകെ വാൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ആ സ്റ്റെയർ കേസിന്റെ അവിടെ വാൾമ ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ഗോൾഡ് ലെറ്ററിൽ ചെയ്യേണ്ട വർക്ക് ഞങ്ങളുടെ റിട്ടയർഡ് ആയവരുടെ ഒരു ഇത് ചെയ്തതാണ്. അപ്പൊ ആ വർക്കിലായിരുന്നു. അപ്പൊ ആ ശരി വർക്കൊക്കെ ഫിനിഷിംഗ് ആയി. അപ്പൊ അതിന്റെ ശരി ഉദ്ഘാടനത്തിന്റെ തിരക്കിന് വേണ്ടിയിട്ട് ഓടലായിരുന്നു. ശരി അപ്പൊ നാളത്തെ നമ്മുടെ വർക്ക് ക്ലാസ് അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ശരി നമ്മുടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഞാൻ താങ്കൾ വരച്ച ഓക്കെ. ഫ്ലോർ പ്ലാനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ, ഇതാണ് താങ്കൾ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ഫസ്റ്റ് ഡിസൈൻ ഇതായിരുന്നു, ടാസ്ക് 1. ഫസ്റ്റ് ആണ്. അതിനുശേഷം ഇതാണ് ടാസ്ക് 2 ചെയ്തത്. അതിനുശേഷം ഇതാണ് ടാസ്ക് 3 ചെയ്തത്. അതിനുശേഷം ഇതാണ് ടാസ്ക് 4 കംപ്ലീറ്റ് ചെയ്തു. ഓറെ അതിന് ടാസ്ക് 5, 6, ടാസ്ക് 7, 7, ടാസ്ക് 9, 8. ടാസ്ക് 10. അങ്ങനെ താങ്കൾ ആ ഫ്ലോർ പ്ലാനുകളും കാര്യങ്ങളൊക്കെ താങ്കൾ കൃത്യമായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ താങ്കൾ വരച്ച ഫ്ലോർ പ്ലാനും അതിന്റെ നമ്മൾ എ ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി ഉള്ള റിസൾട്ടും കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് താങ്കൾ വരച്ച ഫ്ലോർ പ്ലാൻ. ഈ ഒരു ഫ്ലോർ പ്ലാനിന് ഏതൊക്കെ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റുകൾ വേണമെന്ന് താങ്കൾ ഇപ്പൊ വരച്ചു കഴിഞ്ഞിട്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ തോന്നുന്നുണ്ട്. അതായത് ആ ഡൈനിങ് ടേബിൾ ഇട്ടുണ്ടല്ലോ, അവിടെ ഉം, വാഷ് ബേസ് വെച്ചിട്ടുണ്ട്. അവിടെ ആ ഉം, എൻട്രൻസിന്റെ അവിടെ ഇരുന്ന് ആ വാഷ് ബേസ് വന്നിരിക്കണം. അപ്പൊ ഉം, ആ ബാത്റൂമിലേക്കുള്ള ഡോർ ഇപ്പുറത്തേക്ക് ആക്കണം. എന്നാലേ ഉം, ഒരു ഉം, അതൊന്നും ആക്കണമെന്നുണ്ട്. ഉം, അതൊരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം. വേറെ എന്തെങ്കിലും വേറെ പിന്നെ ഈ വർക്ക് ഏരിയയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വർക്ക് ഏരിയയുടെ എന്തെങ്കിലും? വർക്ക് ഏരിയയിൽ ഞാൻ പിന്നെ വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങനെ ആ ചുമരുണ്ടല്ലോ ഇവിടെ ഉം, നേരെ, അപ്പൊ ആ ഡൈനിങ് ടേബിളിൽ നിന്ന് സപ്ലൈ ചെയ്യാനുള്ള ഒരു ആ ഡോറിന്റെ അവിടെ ആയിട്ട് ആ ഉം. ചുമര് ഫുള്ളായി അടയ്ക്കാണ്ട് അവിടെ ഒരു ഇതായിട്ട് ചെയ്യണം ആ ഭാഗത്ത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇത് കുഴപ്പമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഒരു റൂം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതുണ്ട്, ഇവിടെ ഇതിന് ഒരു പാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ, ഇതിന്റെ 3 പാസേജ്. ആ, അല്ല, അവിടെ മൂന്ന് ഡോർ പാ വരുന്നില്ല. ആ, ഇത് 2 ഡോർ വരുന്നുണ്ട്. അവിടെ ഡോർ വെക്കാൻ ഉദ്ദേശിച്ചില്ല. ഇത് ഈ അവിടെ ഒരു കിച്ചണിൽ നിന്ന് വർക്ക് പാസേജ് ഏരിയയിൽ മാത്രമായിട്ട് ഉദ്ദേശിച്ചു. ആ പാസേജ് തന്നെ. ഓക്കെ, ഓൾറെഡി ആ പാസേജ്. അപ്പൊ ഈ പാസേജ് നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കയറി പോയി കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇത്രയും ഭാഗം നമുക്ക് ശരിക്കും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ആകെ ഈ ആ ഒരു പാസേജ്. ഭാഗം പോയിട്ട് നമുക്ക് ആകെ ഇത്ര ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം ഉം, നമ്മൾ ഉം, ശരിക്കും ഈ ഇത്രയും സ്പേസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി ഇത്രയും സ്പേസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതും കൂടെ ഒന്ന് അടുത്ത തവണ ഇതിപ്പോ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, വാസ്തുപ്രകാരമുള്ള അളവുകളാണ്, വിഷയ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത തവണ നിങ്ങൾ ചെയ്യാൻ നേരത്ത് ആ ഒരു പർപ്പസ് കൊണ്ട്, അതായത് നിങ്ങൾ ഇത് കാണേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടീപ്പോയി ഒക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ടീപ്പോയിലേക്ക് പണിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കയറുന്ന ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഫർണിച്ചറിനകത്ത് ടി വി ഉണ്ടെങ്കിൽ ടി വി കാണുന്നത്. അപ്പൊ നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ റൂമിലേക്ക് നമ്മൾ കയറുന്ന ഒരു പ്രതിനിധിയോടുകൂടി നിങ്ങൾ കാണുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കയറുന്നു, ഇവിടെ നിന്ന് നിങ്ങൾക്ക് റൂമിലേക്ക് വരുന്നു. അപ്പൊ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ബെഡ് കാണുന്നു, അതിൽ കൂടെ സ്റ്റെയർ കേസ് കാണുന്നു, അത് ക്ലോക്ക് സ്റ്റേഷനിൽ കയറുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഇവിടെ കൃത്യമായിട്ട് ബെഡ് കാണുന്നു, ഇവിടെ നിന്ന് ടോയ്ലറ്റ് വരുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 3D വ്യൂ കാണുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കാണും കൂടെ കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റത്തില്ല. 2 ദിവസം 3 പ്രാവശ്യമൊക്കെ ഉം, നിങ്ങൾ ഫ്ലോർ പ്ലാനുകൾ കാണുകയും പരിശോധിക്കുകയും ചെയ്ത് കഴിയുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനെപ്പറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ വരച്ചു, ഓക്കെയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകൾ വരച്ച ആൾക്കാരുടെ ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇടാനുണ്ട്. പോർച്ചിന്റെ ഒക്കെ അളവ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 244 സെന്റിമീറ്റർ ഇവിടെ ഉള്ളൂ അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് അതെ. കാന്റിലിവർ ആയിട്ട് നമുക്ക് വെളിയിലേക്ക് തള്ളിയെടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ചും കൂടെ ഒക്കെ ഉം, ലെങ്ത് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ചെയ്യാം. ഇതിപ്പം ഓക്കെയാണ്. 59 കൊല എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമായ വീടുകൾക്ക് യോനിയാണ് പ്രാണം എന്നുള്ളതുകൊണ്ട് 1 യോനിസംഖ്യയുടെ അളവാണ്. പക്ഷേ ഇത് മധ്യമത്തിലുള്ള ആയാധിക്യം കുറവായിട്ടുള്ള അളവാണ് ശരിക്കും 59 കോല്. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഉം, 56 കോലിട്ടെങ്കിലും ആയിരുന്നു. പക്ഷെ 59 കോൽ എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ആ രീതിയിലേക്ക് ഇപ്പൊ നമുക്ക് മാറ്റങ്ങൾ ഉം, വരുത്താം, പ്രശ്നങ്ങളില്ല. അപ്പൊ ഇത് ഉം, വാസ്തുപ്രകാരം ഇത് ഓക്കെ ആണെന്ന് വെച്ചാൽ ഇത് വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്ത് സ്പേസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ റൂമിന്റെ അകത്തും ഡൈനിങ്ങിന്റെ അകത്ത് കിച്ചണിന്റെ അകത്ത് അല്ലെങ്കിൽ വർക്ക് ഏരിയക്കകത്ത് ബെഡ്റൂമിന്റെ അകത്തൊക്കെ ഏതൊക്കെ അളവുകൾ ഇതിന്റെ അകത്ത് ഏതൊക്കെ ഫർണിച്ചറും കാര്യങ്ങളും ഇടാൻ നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഏതൊക്കെ ഫർണിച്ചറുകളാണ് ഇടാൻ പറ്റുന്നത്, അതിന്റെ കളർ ഏതാണ്, എസ്റ്റിമേഷൻ കോസ്റ്റ് ആണ്, സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്തപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞിരുന്നത് ഇത് അത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മാർക്ക് നോക്കിയപ്പോഴത്തേക്കും
നമുക്ക് AI കൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ഇടിപ്പിക്കാം. ഓരോ ബേസിക്കിനകത്ത് എത്രയാണ്, എത്ര മാർക്ക് ഉണ്ട്. അപ്പം ഏകദേശം നമ്മൾ കൊടുത്ത ഇൻപുട്ടും കാര്യങ്ങളും വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് പാസ്സാകുന്ന രീതിയിലേക്ക് എത്തും. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് 100 ഔട്ട് ഓഫ് 90 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓക്കെയാണ്, വെരി ഗുഡ് ആണ്. അപ്പം നമുക്ക് 80 അബവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്തൊരു നല്ല രീതിയിലേക്കുള്ള മാർക്ക് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 90 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് പറയുന്നത് ആ യോനിസംഖ്യ ഇപ്പൊ 59 കോലാണെങ്കിൽ 59 കോൽ എന്നുള്ളത് ഒന്നുള്ള യോനിസംഖ്യ ആണെന്നുള്ളത് കൂടെ നിങ്ങൾ എഴുതണം. പിന്നെ ആ വർക്ക് ഏരിയ കുറച്ചും കൂടെ നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം. കാരണം ആ വർക്ക് ഏരിയ ഇത്തിരി ഇതായിട്ട് പോയി, ആ ഒരു ഡോറും കാര്യങ്ങളും. വേറെ സ്പേസ്, വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്തരം കാര്യങ്ങളായിട്ടില്ല. ഇതാണ് ഈ ഒരു പ്ലാനുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഈ 294 എന്ന് പറഞ്ഞ സമത എന്നുള്ള അളവാണ്. അത് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ 1:1 എന്നുള്ള അളവ് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പങ്ങളില്ല. പക്ഷെ നമുക്ക് ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്ത്, ഇപ്പൊ ഈ ബെഡ്റൂം എടുക്കാൻ കഴിഞ്ഞാൽ ഇത് ലെങ്ത് വിഡ്ത്ത് എന്നുള്ള ഈ രീതിയിലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് സ്പേസ് കിട്ടുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ചതുരത്തിലുള്ള ഒരു റൂമിന്റെ അകത്ത് 16 കോലിട്ടങ്ങളത്തിനകത്ത് നിങ്ങളൊരു ബെഡ് ഇടുന്നതും അതേസമയം 16 കോലിട്ടെങ്കിലും ഇങ്ങനത്തെ റൂമിന്റെ അകത്താണ് നമ്മൾ ബെഡ് ഇടുന്നത് എങ്കിൽ നമുക്ക് ഈ എടുത്ത് നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇതിപ്പോ ഇത്രയും സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കറണ്ട് സെന്ററിനകത്ത് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസ് കുറവായിരിക്കും. അപ്പം സ്പേസ് യൂട്ടിലൈസേഷൻ പ്രകാരം നമുക്ക് ഈ ബെഡ്റൂമുകളൊക്കെ വരാൻ നേരത്ത് ഈ സമത എന്ന് പറയുന്ന 294 16 കോലിട്ടെങ്കിലും എന്ന് പറഞ്ഞ അളവിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വിഡ്ത്തും വേരി ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മാക്സിമം ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഡോറിന്റെ പാത്ത് വേസും കാര്യങ്ങളും കൂടെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരാൾ നടന്നു കഴിഞ്ഞാൽ അയാൾ പോകുന്ന ആ വഴിയും കാര്യങ്ങളൊക്കെ നോക്കുക. ആ നോക്കിയതിനു ശേഷം എങ്ങനെയാണ് നോക്കിയിട്ട് അപ്പൊ ഫർണിച്ചറും കാര്യങ്ങളും അതുകൂടെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നീടുള്ള ലെവലുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ നേരത്ത് നിങ്ങൾ അങ്ങനെ കൂടെ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഓക്കെയാണ്, പ്രശ്നമില്ല. ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ 100-ൽ 90 മാർക്കോളം നിങ്ങൾ പാസ്സായി. കാരണം 80 എബോ ആണ് നമ്മൾ ഒരു പറയുന്നത്. അതിൽ നിങ്ങൾ 90 കിട്ടിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഓക്കെയാണ്. ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. ഇനി അടുത്ത സ്റ്റേജുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ നേരത്ത് കുറച്ചും കൂടെ ഇതേപോലുള്ള കാര്യങ്ങളൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ബെറ്റർ ആയിട്ട് വരാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിനേക്കാളും നിങ്ങൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ എങ്ങനെ വരാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ലെവൽ സ്റ്റേജ് അടുത്ത് നിങ്ങൾ വേറെ ആയിട്ടുള്ള കമ്പയർ ചെയ്യേണ്ട. നിങ്ങൾ നാളെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇതാകുമ്പോൾ ഇതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താനും കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഈ ചലഞ്ചുകൾ ചെയ്യുന്ന ആൾക്കാർ, കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ, അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഈ ഒരു അവസരം കിട്ടിയിട്ടും ഉപയോഗിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നെങ്കിൽ ഇതിലിപ്പോ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മള് ടൈം എടുത്തിട്ട് ശരിക്കും പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടുള്ളിൽ പഠിക്കാം. പക്ഷെ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യണം. അപ്പൊ അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നല്ല രീതിയിൽ ഇതിനൊക്കെ പിക്കപ്പ് ചെയ്യാവുന്ന കേസാണ്. അങ്ങനെ ചിലവര് എന്ന് പറഞ്ഞാൽ ചേർന്ന് കഴിഞ്ഞിട്ട് പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിച്ച് അങ്ങനെ ലാഗ് ചെയ്ത് പോകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു ബാരിയറാണ്. കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫ് ഉള്ള നിങ്ങളുടെ നോളജാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫ്ലോർ പ്ലാൻ ഒരു 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെ? ആരും നിങ്ങളെ എടുത്തോണ്ട് പോകത്തില്ല. ആ നോളജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ ഏതെങ്കിലും ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് അത് വാസ്തു കാര്യങ്ങൾ നാളെ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് നോളജ് പിന്നെ അതുമല്ല ഞാനിപ്പോ പഠിച്ച കാര്യങ്ങൾ തുടങ്ങിയ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെയും ഡൗട്ടുകൾ വരും. അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയുള്ളപ്പോ ലൈവ് ആയതുകൊണ്ട് ഇപ്പൊ ലൈഫ് ടൈം ആയതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ടല്ലോ ഇതില്. ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഇത്രയും സമയം സംസാരിച്ചില്ലായിരുന്നു. നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.